വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് സൺഡേ ആണ്. സൺഡേ ഒക്കെയാണ് ഒരു ലൈവ് വരാം, ചുമ്മാ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ കുറച്ച് നേരം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ന്യൂസ് കണ്ടത്. തൃശ്ശൂർ ഒരുത്തൻ അതാ ഒരു സഞ്ചിയിൽ അസ്ഥി കഷ്ണവുമായി പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കയറിയിരിക്കുകയാണ്. അവൻ പറയുന്നത് അവൻ്റെ കാമുകിയിൽ അവനുണ്ടായ കുട്ടികളെ അവർ കാമുകി ഇല്ലാണ്ടാക്കി, അവൾ എന്നെയും ഇല്ലാണ്ടാക്കും, അത് പേടിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന്. നോക്കണേ, അതായത് 2 കുട്ടികളുടെയാണ് അത്രയും അസ്ഥികൂടം കൊണ്ടു ചെന്നത്. അതിൽ 2 മക്കളുടെ അസ്ഥികൂടം കൊണ്ടു ചെന്നിട്ട് ആദ്യത്തെ കുട്ടി ഉണ്ടായി കുറച്ച് കഴിഞ്ഞിട്ടാണല്ലോ അടുത്തുണ്ടാവുക. അപ്പോൾ അങ്ങനെ 2 കുട്ടികളാണ് അത്രയും. അപ്പോൾ അവൻ ഈ 2 കുട്ടികളെയും ഇവളില്ലാണ്ടാക്കുമ്പോൾ ഇവന് ഇല്ലാണ്ടാക്കിയെന്ന് അറിഞ്ഞപ്പോഴും കുഴിച്ചിട്ടപ്പോഴും ഒന്നും ഇവന് എന്ത് ചെയ്തില്ല, ഇവന് പോലീസിനോട് പറയണമെന്നും ഇവളെക്കുറിച്ച് പറയണമെന്നൊന്നും ഇവന് തോന്നിയില്ല. ഇപ്പം അവനെ എന്തെങ്കിലും ചെയ്യുമോയെന്ന് ഭയത്താലാണ് അത്ര പോയി പറയണത്. പിന്നെ ഇപ്പോൾ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവൻ പറയുന്നത് എന്താ വെച്ചാൽ, തലേന്ന് രാത്രി ഇവളുടെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കോൾ വെയിറ്റിംഗ് അങ്ങനെ എന്തോ കണ്ടെന്നോ അങ്ങനെ എന്തോ ഒരു ന്യൂസ് കണ്ടു. അപ്പോൾ അവന് ടെൻഷനായി. അപ്പോൾ അവൻ വേഗം വന്നിട്ട് ഇത് പറയുകയാണ് അത്രേ. ആലോചിക്കണം, അവനവൻ്റെ 2 കുഞ്ഞുങ്ങളും. പിന്നെ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഈ സ്ത്രീ ഇവളുടെ വീട്ടിൽ അറിഞ്ഞിട്ടില്ല അത്രേ. ഒന്ന് ആലോചിക്കണേ, ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആകുമ്പോൾ അവൾക്ക് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവും. എന്തായാലും പെറ്റിട്ടാണല്ലോ വേറൊന്നും ഉണ്ടായത്. അപ്പോൾ തള്ളക്ക് എന്തായാലും കണ്ടാൽ അറിയണ്ടാവണം മേ ബി. അതായത് ഒരമ്മയ്ക്ക് കണ്ടാൽ അറിയാൻ പറ്റും ഒരു മകളുടെ ചേഞ്ചസ്. അവൾ ഭക്ഷണത്തിനോട് കാണിക്കുന്ന ഛർദിയൊക്കെ ഉണ്ടാവുമല്ലോ, ചിലപ്പോൾ ദേഷ്യം വരും, അസ്വസ്ഥത വരും, ശരീരമൊക്കെ നീര് വെക്കും, വയറ്. ഇത്രയും പ്രഗ്നൻ്റ് ആയൊരു സ്ത്രീ, അതായത് ഇവർ പറയുന്നത് ആദ്യത്തെ കുട്ടി പോയത് എന്താ വെച്ചാൽ പുക്കിൾക്കൊടി കഴുത്തിൽ ചുറ്റിയിട്ട് പോയതാണ്. പ്രസവിക്കുന്നതിന് എത്രയെങ്ങാണ്ട് ദിവസം മുന്നേ ഈ അനക്കുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിലും ഞാൻ കേട്ടിട്ടുള്ളത് സിസേറിയൻ ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കും എന്നുള്ളതാണ്. അല്ലാതെ എങ്ങനെ ഇവളെടുത്ത് പുറത്തേക്ക് എടുത്ത്. പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ, 2ാമത്തെ കുട്ടി വീട്ടിൽ വെച്ച് ജനിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൾക്ക് എന്താ പറയുക, ജനിച്ചപ്പോൾ കുട്ടി കരഞ്ഞപ്പോൾ വായ പൊത്തിപ്പിടിച്ചതാണ്. അങ്ങനെയാണ് ആ കുട്ടി ഇല്ലാണ്ടായത് എന്ന്. അപ്പോൾ അവൾ സ്കൂട്ടറിൽ ഈ ബോഡി സ്കൂട്ടറിൽ കൊണ്ടുപോയിട്ട് ഈ കാമുകൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അവൻ ഇങ്ങനെ കുഴിച്ചു മൂടുകയാണ് ചെയ്തതെന്ന്. ആലോചിക്കണം, എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ഇപ്പോൾ ഭയമാണ് ഇത്രേ. എന്തിനാണ് പേടിക്കണത്? അവൻ ഇനി പേടിക്കേണ്ട ആവശ്യമാണ്. ഇപ്പോൾ അവൾ അങ്ങനെ ചെയ്താൽ തന്നെ ഇവൻ ഇതിനൊക്കെ കൂട്ടുന്നതുകൊണ്ടല്ലേ ഇവനെ കൂടി അങ്ങ് ചെയ്യണത്. ഇതിൽ പിന്നെ പറയുന്നുണ്ട് എന്തോ ആഭിചാരക്രിയകൾ എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്ന്. എന്ത് നേടാൻ വേണ്ടിയിട്ട് സ്വന്തം കുഞ്ഞുങ്ങളെ, സ്വന്തം മക്കളെ ഇല്ലാണ്ടാക്കിയിട്ട് ആ അസ്ഥി കൂടെ എടുത്ത് വെച്ചിട്ട് എന്ത് നേട്ടം, എന്ത് നേടിയിട്ട് എന്ത് കാര്യം? ഇതൊക്കെ നിന്നെയൊക്കെ പറഞ്ഞ് പറ്റിക്കുന്നവരുണ്ടല്ലോ. ഇതിലൊരു പോയിൻ്റ് ഉണ്ട്. അതായത് പോലീസ് പറയുന്നുണ്ട്, ഈ പെൺകുട്ടിയുടെ പാരൻസ് അമ്മ മാത്രമേ ഉള്ളൂ, അമ്മയ്ക്ക് അധികം വിദ്യാഭ്യാസം ഇല്ല എന്ന്. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ളവരെയാണ് കൂടുതൽ ആൾക്കാർ ഈ ആഭിചാരം ചെയ്താൽ അങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ പൂജ ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുക. ഓക്കെ, അപ്പം ആ അമ്മയും നല്ല വൃത്തിക്ക് ക്വസ്റ്റ്യൻ ചെയ്ത കാര്യങ്ങൾ അറിയാൻ പറ്റും. കാരണം 2ാമത്തെ കുട്ടീനെയും ഇതേപോലെ ചെയ്തു എങ്കിൽ അതിലെന്തോ കാര്യപ്പെട്ട കാര്യമുണ്ട്. അവരറിഞ്ഞിട്ടില്ല എന്നൊന്നും അവർ നുണ പറയാൻ പറ്റില്ല, അവരറിയാതിരിക്കാനും പറ്റില്ല. ഇനി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ കേസെടുക്കണം. കാരണം കല്യാണം കഴിയാത്തൊരു പെൺകുട്ടി വീട്ടിലുണ്ടായിട്ട് ആ കുട്ടി ഗർഭം ധരിച്ച് 1 അല്ല 2 പെറ്റിട്ട് അത് ഇല്ലാണ്ടാക്കിയിട്ട് ഇങ്ങനെ കുഴിച്ചു മൂടിയിട്ടും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏതെങ്കിലും ഒരു കേസ് വകുപ്പയിലുണ്ടാവണം അവരെന്നെ എടുക്കാൻ വേണ്ടിയിട്ട്. അവർക്കെതിരെയും കേസെടുത്തിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരാൾക്കും അറിയാം ഒരു പ്രിക്കോഷൻസ്, അതായത് കുട്ടി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രിക്കോഷൻസ് ഉണ്ടെന്ന് ഏതൊരാൾക്കും അറിയണതാണ്. അങ്ങനെയൊക്കെ നിനക്കൊക്കെ മക്കളെ വേണ്ടെങ്കിൽ നിനക്കൊക്കെ അതെന്തെങ്കിലും ചെയ്തുകൂടായിരുന്നോ? ഈ പിഞ്ച് ജീവനുകളെ പുറത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം എന്തിനാണ് നീയൊക്കെ അതിനോടൊക്കെ ഈ കൊടും ക്രൂരതകൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കും? നിനക്കൊക്കെ ഏതെങ്കിലും ഒരു സുഖം മാത്രം മതി എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ മറ്റു കാര്യങ്ങൾ നോക്കായിരുന്നില്ലേ? എന്തിനാ കുഞ്ഞു ജീവനുകളെ ഇങ്ങനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നീയൊക്കെ ഇറങ്ങി തിരിച്ചതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. സത്യം പറയാമല്ലോ, കിടന്നുറങ്ങാൻ നേരത്ത് പോലും എനിക്ക് ന്യൂസ് വയ്ക്കാൻ പേടിയാണ്.
കാരണം ന്യൂസ് വെച്ചാൽ പോയി നമ്മുടെ ഉറക്കം പോയി, എന്നേക്കുമായി പോയി. കാരണം ന്യൂസ് എല്ലാം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഓരോന്നും വരുന്നത്. എത്ര നമ്മൾ കണ്ടില്ല, എത്ര നമ്മൾ കേട്ടില്ല എന്ന് വിചാരിച്ചാലും പിന്നെയും നമ്മളെ തകർക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഇതാണ് എനിക്ക് പിന്നെയും ഞാൻ പറയണത് വെച്ചാൽ, ഒരു പഞ്ചായത്ത് അടിസ്ഥാനത്തിലോ ഒരു മുനിസിപ്പാലിറ്റി അടിസ്ഥാനത്തിലോ ഇപ്പോൾ ഓരോരോ വീടുകൾ ഇപ്പം നമ്മളിപ്പം പ്രഗ്നൻ്റൊക്കെ ആണെങ്കിൽ ആശാവർക്കർമാർ വന്ന് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കും. അവർ മീൻസ് പ്രഗ്നൻ്റ് വന്ന് അവർ ചോദിക്കാറൊക്കെ ഉണ്ട് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലൊക്കെ. അപ്പോൾ എന്തെങ്കിലും, അതായത് ഓരോ വീടുകളിൽ നമ്മൾക്കിപ്പം എന്താ പറയുക, എത്ര ജനസംഖ്യ ഉണ്ടെന്ന് അറിയാനൊക്കെ വരണില്ലേ. അതേപോലെ എന്തായാലും ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഇവിടെ ഇത്ര കുടുംബങ്ങളുണ്ട്, ഇത്ര അഡ്രസ്സിലുണ്ട്, അതിൽ വന്ന് താമസിക്കുന്നവർ ഇത്ര, ഇവിടെ ഉള്ളവർ ഇത്ര, അവരിൽ ഇത്ര ആൾക്കാരുണ്ട്, അതിൽ കല്യാണം കഴിയാത്തവർ ഇന്നയുണ്ട്, അതിലൊരു ഒരു മാസത്തിൽ ആ വീടുകളിലെ അവസ്ഥാന്തരം എന്താ, ആ വീടുകളിൽ മാനസികമായിട്ട് എല്ലാവരും ഓക്കെ ആണോ. കാരണം ഇപ്പോഴത്തെ സാഹചര്യം ശരിക്കും പറഞ്ഞാൽ അതും കൂടി രജിസ്റ്റർ ചെയ്യപ്പെടേണ്ട സാഹചര്യമായി മാറി. കാരണം ഓരോ ദിവസത്തെ വാർത്തകൾ കേട്ട് നോക്ക്, അച്ഛൻ മകനെ ഏതെല്ലാം വിധത്തിൽ അച്ഛൻ മക്കളെ, അമ്മ മക്കളെ ഉപദ്രവിക്കുന്നു, എല്ലാം നമുക്ക് കേൾക്കാൻ പാടാത്ത എല്ലാം ഇല്ലായ്മ ചെയ്യുന്നതും നശിപ്പിക്കുന്നതും എല്ലാം ഒരു കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരു കുടുംബത്തിലും അങ്ങനെ കേട്ട് നമുക്കിതൊരു പഴകിയ സംഗതിയായി മാറി. നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളാണിതൊക്കെ. ഇപ്പോൾ 26-25 വയസ്സിലുള്ള കുറേ ഈ കുട്ടികളുടെ ഈ പ്രായത്തിലുള്ളവരാണ് കൂടുതലും തന്നെ വീട്ടിലുള്ളവരെ തന്നെ ഇല്ലാതാക്കിയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കയറുകയാണ്. അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ എത്ര കേസ്, അഫാൻ്റെ കേസ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതിന് മുന്നേ അതേപോലൊരു കേസ് ഉണ്ടായിട്ടുണ്ട്, അതിനു മുന്നേ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതിൽ എന്തെങ്കിലും മാഫിയകൾ പ്രവർത്തിക്കുന്നുണ്ടോ, കേരളത്തിൽ തന്നെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടോ, നമുക്കറിയില്ലല്ലോ. അപ്പം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അന്വേഷിക്കേണ്ടതായിട്ട് വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരന്വേഷിക്കാൻ, എവിടെ അന്വേഷിക്കാൻ, എന്തൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ പ്രണയിക്കുന്നതിനോടോ അല്ലെങ്കിൽ ഒരു സുഹൃത്തിൻ്റെ കൂടെ ഒരുമിച്ച് ഒരു ട്രാവൽ ചെയ്യുന്നതിനോ അതിനൊന്നും ആരും ഒന്നും പറയുന്നില്ല. ഒരു സുഹൃത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഒരു ലവറുടെ കൂടെ ഒരുമിച്ചൊരു ട്രാവൽ ചെയ്യുക, ഒരു കോഫി കുടിക്കുക, ഒരു ജ്യൂസ് കുടിക്കുക, അല്ലെങ്കിൽ ഒരു ബിരിയാണി കഴിക്കുക, നിങ്ങളുടെ ഇഷ്ടത്തിനൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ട്രാവൽ ചെയ്യുന്നു, അതിനൊന്നും അല്ല പറയുന്നത്. നമുക്ക് കുറച്ച് എന്താ പറയുക, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പം ഒരു കുഞ്ഞ് ജനിക്കുക എന്ന് പറയുമ്പോൾ ആ കുഞ്ഞിനെ നോക്കാനുള്ള നമുക്ക് പാകതയും പക്വതയൊക്കെ ആവണം. അത് ഇപ്പോൾ കല്യാണം കഴിപ്പിച്ച് കൊടുത്ത് എന്നാലും കുറേ ഡിഫിക്കൽട്ടീസ് ഉണ്ട് അതിൽ. അപ്പോൾ നന്നായിട്ട് ആലോചിച്ച് നിങ്ങൾ ഓരോ തീരുമാനത്തിലേക്ക് എത്തുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിപ്പോയിട്ട് അതിനുള്ള പ്രിക്കോഷൻസൊക്കെ ഇഷ്ടം പോലെ കിട്ടാണ്ട് അതൊക്കെ യൂസ് ചെയ്യുക. അല്ലാതെ പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങളോട് ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകണം എന്നല്ല ഞാൻ പറയണത്. അങ്ങനെ പോകുമ്പോൾ ഈ മാതിരിയുള്ള പരിപാടിക്ക് പോയേ പറ്റൂ എന്നുള്ളവരോട് പറയണ കാര്യമാണ്. നിങ്ങൾ ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചിട്ട് അതിനോട് ഇങ്ങനത്തെ ക്രൂരതകൾ ചെയ്യാതെ അതിൻ്റെ പ്രിക്കോഷൻസ് എടുക്കുക, അല്ലെങ്കിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്താ പറയുക, നമുക്കിപ്പം എന്താ ഇതിനൊക്കെ പറയുക, ഇപ്പം ഒരു പ്രണയം ഉണ്ടാകുന്നൊന്നും തെറ്റല്ല, പക്ഷേ നമുക്കൊരു ഇഷ്ടം തോന്നുന്നു. ഈ പറഞ്ഞ പോലെ അതൊരു കുഞ്ഞിലേക്ക് എന്നുള്ള ചിന്ത കുറച്ച് കഴിഞ്ഞിട്ടാവാന്നുള്ളൊരു സമാധാനത്തിലിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇപ്പോൾ കണ്ടില്ലേ, സ്വന്തം വീട്ടുകാരെ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞ് കരഞ്ഞപ്പോൾ വായ പൊത്തി പിടിച്ചതാണ് ഇത്രേ. അതൊക്കെ നുണയാണ്, ശുദ്ധ നുണയാണ്. വീട്ടുകാരും കൂടെ ചേർന്നിട്ട് ചെയ്തതായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു വീട്ടുകാരെന്തൊരാൾ ഒരു പെൺകുട്ടി ഗർഭിണിയായിട്ട് വീട്ടിനകത്തുണ്ടായിരുന്ന വീട്ടുകാർ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടത്? അപ്പോൾ അതെന്ത് വീട്ടുകാർ? അത് ഒരു അമ്മ മാത്രമേ ഉള്ളൂ ഇത്രേ. അപ്പോൾ അമ്മയ്ക്ക് സംസാരിക്കാനും ഇടപഴകാനും ആ മകൾ മാത്രമല്ലേ ഉള്ളൂ. ഇപ്പോൾ വീട്ടിൽ കുറേ അംഗങ്ങളുണ്ടെന്ന് വിചാരിച്ചോ, മറ്റുള്ളവരുടെ കാര്യം നോക്കിയിട്ട് ഈ ഒരാളുടെ കാര്യം നോക്കാൻ സമയമില്ല എന്ന് വിചാരിക്കാം. ഈ ഒരാളുടെ കാര്യം മാത്രമല്ലേ നോക്കാനുള്ളൂ. അപ്പോൾ ഈ ഒരാൾക്ക് ഇങ്ങനെ ഒരു ചേഞ്ചസ് വരുന്നത് എന്താണെന്ന് അമ്മ എന്താ ശ്രദ്ധിക്കാഞ്ഞത്? അപ്പോൾ പൈസ ഇല്ല, ഇനി ബുദ്ധിമുട്ട് കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി, എന്താ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി 5-10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് കണ്ടിട്ട് സംസാരിച്ചിട്ട് വരാമല്ലോ. അതൊന്നും ഒരു ന്യായങ്ങളായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ലവ് യു ഓൾ. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ലവ് യു ഓൾ. ടാറ്റാ, ബൈ ബൈ.